അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്നാക്സൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. നമ്മുടെ ഏട്ടമീനൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയ സൂപ്പർ മീൻ കേക്കാണ്. അല്ലെങ്കിൽ മീൻ പത്തിരി എന്ന് പറയും, അല്ലെങ്കിൽ മീൻ ചട്ടിപ്പത്തിരി എന്ന് പറയും. എന്താണെങ്കിലും കുഴപ്പമില്ല, ഉണ്ടാക്കി നോക്കി നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. വായിലിട്ടാലുണ്ടല്ലോ അലിഞ്ഞു പോകുന്ന രുചിയാണ്. ടേസ്റ്റ് വേറെ ലെവലെല്ലാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ടായി കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് മീനൊന്ന് മസാല പുരട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്കുള്ള മസാലപ്പൊടികൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും പൊടി വേണം, 1 ടീസ്പൂണോളം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള അറബിക് മസാലപ്പൊടിയാണ്, 1 ടീസ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ, കറിവേപ്പില, അതുപോലെ മല്ലിയില. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ശരിക്കും ഒന്ന് കുഴച്ചെടുക്കാം. അതിന് മുൻപ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു പുളി വേണമെങ്കിൽ വിനിഗറോ പിന്നെ നാരങ്ങൻ്റെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും എടുത്തോളൂ. അപ്പോഴപ്പോഴും ഞാൻ ഇതാണ്ട മീനും കൂടെ ചേർത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കുകയാണ്. മീൻ ഏതറിയോ? ഏട്ടമീനാണ് കേട്ടോ, കാറ്റ് ഫിഷ്. സൂപ്പർ ടേസ്റ്റാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പിന്നെ ഏട്ടമീനാണേ. ചെറുതാണെങ്കിൽ എടുക്കണ്ട, കാരണം അത് നല്ലൊരു ചൊയയായിരിക്കും. വലിയ ഏട്ടമീൻ അത്ര ചൊയ വരില്ല. പക്ഷേ ചൊയ എന്ന് പറയുന്നത് ഏട്ടൻ്റെ ചൊയ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വലുതിന് അത്ര വരില്ല, അതുകൊണ്ടായിരിക്കും ഇത്ര ടേസ്റ്റ് വരുന്നത്. ഇനി ഏട്ടമീൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അയക്കോറ ആവോലിയോ അല്ലെങ്കിൽ അയില അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും മീൻ എടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിത് പൊരിക്കാനായിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. മസാല തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നേരെ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം. ഈ ഒരു മീൻ പത്തിരിയിലോട്ടൊക്കെ ഇത്ര മീനൊന്നും വേണ്ട കേട്ടോ. ഒരു 4 പീസ് അതന്നെ ധാരാളമാണ്, അല്ല ഒരു 5 പീസ്. അതൊന്ന് പൊരിച്ചെടുത്താൽ മതി. ബാക്കിയുള്ളത് ഞാൻ വേറെ റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മീനൊന്ന് കുറച്ച് പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 3 വലിയുള്ളി അരിഞ്ഞതും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയായി, കാരണം മീനിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ മീനിൽ മുള്ളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. മുള്ളുള്ള മീനൊക്കെ ആണെങ്കിൽ അത് കൈകൊണ്ടൊന്ന് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് പിന്നെ അങ്ങനെ മുള്ളുള്ള മീനല്ല, അതുകൊണ്ടാണ് ഞാനത് മീൻ പൊരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് വലിയുള്ളിയും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്ത് വഴറ്റുന്നത്. ഇങ്ങനെ ശരിക്കും വഴറ്റണം കേട്ടോ. അല്ലെങ്കിൽ ആദ്യം മീൻ പൊരിച്ച് പിന്നെ ഉള്ളി വഴറ്റി അങ്ങനെ ചെയ്യല്ലേ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് രസം അറിയോ. അപ്പോൾ ഇതെല്ലാം കൂടെ വഴന്ന് വന്നതിന് ശേഷം ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളുള്ളി വേണം, ഒരല്ലി മതിയെ. അതൊന്ന് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കാം. അടുപ്പ് പിന്നെ ഓഫാക്കിയിട്ടുണ്ട്, അതായത് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെയാണ് ആ ഒരു വെള്ളുള്ളീൻ്റെ അതിൽ വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും. ഈ ഒരു മസാലൻ്റെ രുചി എന്ന് പറയുന്നത് മഷാല്ല സൂപ്പറാണ്. എന്തായാലും ട്രൈ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മുടെ കോഴിക്കോട്ടത്തെ ഗരം മസാല ഉണ്ടല്ലോ, അതൊരല്പം അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഫ്ലേവർ ഫുള്ള് സെറ്റ്. അറബിക് മസാലപ്പൊടിയും നമ്മുടെ കോഴിക്കോട്ടത്തെ ഗരം മസാലൻ്റെ പൊടിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയപ്പോൾ ഒരു രക്ഷയില്ല. ഇനി നമുക്കിതിലേക്ക് മുട്ടപ്പത്തിരി തയ്യാറാക്കട്ടോ. മുട്ടപ്പത്തിരിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ ഇട്ടതാണ്, ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഓരോ നാട്ടിലും ഓരോ പേര് പറയുന്നത് കൊണ്ടാണ് ചിലപ്പോൾ മനസ്സിലാവാതൊക്കെ. അതായത് മിക്സിയുടെ ജാറിലോട്ടേക്ക് 1 കപ്പ് മൈദപ്പൊടി, 1 എഗ്ഗ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വെള്ളം കൂടെ അരച്ചെടുത്തിട്ടുള്ള മാവാണ് ഇത്. ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ല. ഇതാണ് അതിൻ്റെ ഒരു പരുവം. എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അങ്ങനെ ആക്കാം. പക്ഷെ ഇതിലേക്ക് ഒരല്പം നെയ്യ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടാണ് ചുട്ടെടുക്കുന്നത്. RKGൻ്റെ നെയ്യിട്ടാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. അതില്ലെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഓയിലോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് അപ്പുറം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. നമുക്ക് വേണ്ടത് 8 പത്തിരിയാണ് കേട്ടോ. അതിലേക്ക് 4 പീസ് മീനിന് 8 പത്തിരി. 4 പീസ് വെച്ചാൽ അത്യാവശ്യം വലിയ പീസാണ് കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 6 7 അങ്ങനെ എടുത്തോളൂ. അപ്പോഴൊരു 8 പത്തിരി ഞാനിവിടെ റെഡിയാക്കട്ടെ. നമ്മളിവിടെ ഒരു 4 ആൾക്കാരായതുകൊണ്ടാണ് കേട്ടോ 8 പത്തിരി എടുത്തത്. വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ പാനിന് കുറച്ചുകൂടെ വലിപ്പമുണ്ടെങ്കിൽ അതൊരു 12 പത്തിരി ആക്കിയിട്ട് അങ്ങനെ മാറ്റിക്കോളൂ കേട്ടോ. അപ്പോഴേ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 4 എഗ്ഗാണ് വേണ്ടത്. 8 പത്തിരിക്ക് 4 എഗ്ഗ് കേട്ടോ. അപ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് പഞ്ചസാര വേണം, അതൊരു 1/4 ടീസ്പൂൺ അത്ര മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരല്പം പാൽ, അതായത് 1/4 കപ്പ് പാലോളം ഇതിലങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ശരിക്കും ഒന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര കുറച്ചിടണം കേട്ടോ, അപ്പോഴേ ആ ഒരു രുചി വരുള്ളൂ. അതാണ് ഞാനങ്ങനെ ഇട്ട്. ഇനി നമുക്ക് 4 ഏലക്കായ ചതച്ചതും കൂടെ ചേർത്തിട്ട് വീണ്ടും ശരിക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ റൗണ്ട് പാനാണ് എടുത്തത്. ഇത് വലിയ വലിപ്പമുള്ള ഒന്നല്ല, ഒരു മീഡിയം ഇതിൻ്റെ സൈസുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നെയ്യ് ഇട്ടിട്ട് നെയ്യ് എല്ലാ ഭാഗത്തേക്കൊന്ന് തടവി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ചുറ്റും നമ്മുടെ കൈ എത്തുന്ന രീതിക്ക് പത്തിരി, അതേപോലെ മീനിൻ്റെ ആ ഒരു കൂട്ടുണ്ടല്ലോ, മസാല മിക്സ്, നെയ്യ്, മുട്ടൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 1 ടീസ്പൂണോളം മുട്ട നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലോട്ടേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു പത്തിരി അതിൻ്റെ മുകളിലോട്ടേക്ക് വെക്കാം. മുട്ട അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് പത്തിരി വെച്ച് കൊടുക്കുന്നത്. മുട്ടപ്പത്തിരി തയ്യാറാക്കുമ്പോഴേ ഒരുപാട് നൈസാക്കിയിട്ട് തയ്യാറാക്കാതെ കുറച്ചൊരു തിക്കിൽ വേണം കേട്ടോ അത് തയ്യാറാക്കാനായിട്ട്. എന്നാലേ ഇത് നമുക്ക് പിന്നെ അടി പിടിക്കാതെ അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്ട് വീണ്ടും പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. മീനിൻ്റെ കൂട്ട് വീണ്ടും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും പത്തിരി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് ഇനി മുട്ട കലക്കിയതോ മീനിൻ്റെത് കൂട്ടോ അങ്ങനെ ഇഷ്ടമുള്ളത് വെച്ചോളത്. ഇതേ ഒരു പ്രോസസ്സിലാണ് കേട്ടോ നമുക്കിത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എഗ്ഗ് കലക്കിയതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേ ഒന്നും ഒഴിക്കുന്നൊന്നുമില്ല കേട്ടോ, ഒരു 2-3 ടീസ്പൂൺ ആ രീതിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇത് മുഴുവനും നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ വേണം, അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും അടുത്ത പത്തിരി ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമ്മുടെ മീനിൻ്റെ മസാലക്കൂട്ട് അത് അത്യാവശ്യം നല്ലോണം വേണമെങ്കിൽ അങ്ങനെ ഇട്ടെടുത്തോളൂ, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഇട്ടെടുത്തോളൂ, ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഈ ഒരു മസാല നമുക്കിതിലേക്ക് കണക്കാണേ. പിന്നെ ഇനി അഥവാ ബാക്കിയൊക്കെ വരികയാണെങ്കിൽ അടുത്ത ദിവസത്തോട്ടൊക്കെ നമുക്ക് വേറൊരു റെസിപ്പി അത് വെച്ചിട്ട് ചെയ്യണം അല്ലേ. ഇനി ഒരല്പം നെയ്യും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ആ ഒരു പാനിൽ നെയ്യ് തടവിയതിന് ശേഷം ഈ ഒരു 4-5 പത്തിരി കഴിഞ്ഞതിന് ശേഷമാണ് ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പിന്നെ വേണ്ട, ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ നെയ്യ് ഇടാം. ഇതിൽ ഒരു 1/4 ടീസ്പൂൺ കുറഞ്ഞ രീതിക്ക് അങ്ങനെ നെയ്യ് ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് വാരിക്കോരി അങ്ങനെ ഇട്ട് കൊടുക്കരുതേ. അപ്പോൾ ഒരു പത്തിരിയും കൂടെ വെച്ചിട്ടുണ്ട്. ഒരല്പം എഗ്ഗും കൂടെ അങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ പരത്തി കൊടുക്കുകയാണ്. ലാസ്റ്റിലോട്ടേക്ക് ഇതാണ്ട് ഒരു പത്തിരി, ആ പത്തിരിയിൽ എഗ്ഗ്, പിന്നെ പത്തിരി. ഇതിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതേ രീതിക്ക് ചെയ്താൽ മതി. ഇനി നമ്മുടെ മീനിൻ്റെ മസാലക്കൂട്ട് ലാസ്റ്റ് ഉള്ളത് അത് മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഒരു പത്തിരിയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ്. നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം എങ്ങനെ ചട്ടിപ്പത്തിരി നെയ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത്. ഏകദേശം അതേപോലെ തന്നെയാണ്. ചട്ടിപ്പത്തിരിക്ക് എഗ്ഗ് വറുത്തതാണെങ്കിൽ ഇതിൽ മീനാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അതുപോലെ തന്നെ. പക്ഷേ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ആ ഒരു മീനിൻ്റെ മസാലക്കൂട്ടൊക്കെ പരത്തി കഴിഞ്ഞതിന് ശേഷം കുറച്ച് എഗ്ഗും കൂടെ കലക്കി വെച്ചത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദണ്ടെ ലാസ്റ്റുള്ള പത്തിരിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരല്പം മല്ലിയിലയും കൂടെ തൂവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ഇത്ര രീതിക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ പൊരിച്ച് വെച്ചൊരു മീൻ ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ പീസ്, അത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് അമേസിങ്. ഇതിൻ്റെ മസാല തന്നെ സൂപ്പറാട്ടോ. ഇതേ രീതിക്ക് മീൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ മട്ടണോ എന്ത് വേണമെങ്കിലും ഇതേ രീതിക്ക് തയ്യാറാക്കാം. അങ്ങനെ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ, നെയ്പത്തിരി എരിവിലൊക്കെ തയ്യാറാക്കും. ഇതേ തന്നെയാണ്. പിന്നെ മീൻ്റെത് കുറവാണ് ആൾക്കാരുണ്ടാക്കുന്നത്. അപ്പോൾ മീൻ്റെത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. കുറേ നെയ്യ് വേണ്ട കേട്ടോ, 1/4 ടീസ്പൂൺ അത് തന്നെ മതി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ്സ് ആകുമ്പോഴേ അത് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിത് നേരെ സെർവ് ചെയ്യാം. ഇതിൻ്റെ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുകയാണ് ഇതിൻ്റെ രുചി എന്നുള്ളത്, കാരണം അത്ര ടേസ്റ്റാണ്. വായിലിട്ടാലും ഇങ്ങനെ അലിഞ്ഞു പോകുന്ന രുചി തന്നെയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഏട്ടമീൻ തന്നെ വേണമെന്നൊന്നുമില്ല, അയക്കോറോ ആവോലിയോ ഏത് മീനിൽ വേണമെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കിയൊക്കെ കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് അങ്ങനെ പിന്നെ നോമ്പുറക്കുമ്പോഴത്തേനാണ് അന്നപ്പോഴത്തേനും നമുക്ക് കഴിക്കാം. പിന്നെ ഇതിൻ്റെ പകുതി ഞാൻ എൻ്റെ നൈബർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ നൈബറിനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ലിബിയക്കാരാണ്. അവർക്കിത് ശരിക്കും ഒരു പുതിയ ഫ്ലേവർ തന്നെയാണ്. അവർ ശരിക്കും എൻ്റെ അടുത്ത് ചോദിച്ചത് ലസാനിയ ആണോ എന്നാണ് ചോദിച്ചത്. ശരിക്കും അവർക്ക് ആ ഒരു ഫീലാണ് കിട്ടിയത് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ലസാനിയ ഒന്നല്ല, നമ്മുടെ കാലിക്കറ്റ് സ്പെഷ്യലായിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം അത്ര ടേസ്റ്റാവും. അതിലിങ്ങനെ ഇടുന്ന സമയത്ത് ഇങ്ങനെ അലിഞ്ഞു പോകുന്നത് നമ്മൾ തന്നെ അറിയൂല, അത് അത്ര രുചിയിലാണ്. എന്തായാലും ട്രൈ ചെയ്യാതെ കണ്ടില്ല, പീസാക്കിയപ്പോഴും നമ്മുടെ ആ മീനൊക്കെ ഇങ്ങനെ അട്ടിയായിട്ട് ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ വീട്ടിൽ പിന്നെ വിരുന്നാർ വരുമ്പോഴോ ഇഫ്താർ പാർട്ടി വരുമ്പോഴൊക്കെ തയ്യാറാക്കാൻ പറ്റിയ സൂപ്പർ ഡൂപ്പർ സാധനമാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. പകുതി നമുക്കും പകുതി നമ്മുടെ നൈബർ ലിബിയക്കാർക്കും.
അപ്പോൾ അവർ എനിക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ലിബിയൻ സ്പെഷ്യലായിട്ടുള്ള ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിൽ റൈസൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പ് എങ്ങാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ചാനലിലുണ്ട്. ഭയങ്കര രസമാണ്. അവരെ സൂപ്പും സൂപ്പർ കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല വൈറ്റ് സാധനം, പക്ഷേ മട്ടനൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കിയാണ്. മാഷാ അല്ലാ സൂപ്പർ ടേസ്റ്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. നല്ല ചീരയും ഇതൊക്കെ ചേർത്തിട്ട് അവരെ സമൂസയൊക്കെ പൊള്ളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ നമുക്ക് നോമ്പ് വന്ന ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലോണം ഷെയർ ചെയ്യലുണ്ട്. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് ഫ്ലേവർ അവർക്കും ലിബിയൻ ഫ്ലേവറും നമുക്കും നല്ല രസമുണ്ട്. അവരത് ശരിക്കും സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ ഫുഡും അവരെ ലിബിയൻസിൻ്റെ ഫുഡും കൂടെ ഒക്കെ കഴിച്ച് മാഷാ അല്ലാ റാത്തായി. അതിനുശേഷം പിന്നെ നമുക്ക് തെറാപ്പിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഞാനും മക്കളൊക്കെ അങ്ങനെ തെറാപ്പിക്ക് അങ്ങനെ പോവുകയാണ്. എല്ലാവരും നോമ്പ് അല്ലാഹ് ഹൈറാക്കി തരട്ടെ, സന്തോഷവും സമാധാനമൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാം.